أعوذ بالله من الشيطان الرجيم والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ മുമ്പ് നാം നിർത്തിവെച്ച സൂറത്തുൽ ഫുർഖാനിൻ്റെ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ റമദാനും ഈദുമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഈ ഒരു ദിനത്തിൽ നമ്മൾ പുനരാരംഭിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗങ്ങളിൽ വന്ന ഇബാദുർ റഹ്മാനിൻ്റെ സവിശേഷതകളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 72 ആയത്തുകൾ നമ്മൾ ഇതിനകം ഈ അധ്യായത്തിൽ നിന്നും വിശദീകരിച്ചു കഴിഞ്ഞു. 73-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ എന്ന സൂക്തം. എന്താണതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? മുഅ്മിനീങ്ങളായ ഇബാദുർ റഹ്മാനിൻ്റെ സവിശേഷ ഗുണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗുണമായി തന്നെയാണ് ഈ കാര്യം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓർക്കണം, ഈ സവിശേഷതകളെല്ലാം കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അണികളും അനുയായികളുമായി അറിയപ്പെടുന്ന നമ്മളെല്ലാം ഈ പറഞ്ഞ ഗുണങ്ങളോട് എത്രമാത്രം അടുത്തു നിൽക്കുന്നു, അതോ വളരെ അകലെയാണ് എന്നത് വളരെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. എന്താണിവിടെ അല്ലാഹു പറയുന്നത്? വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. വല്ലദീന, അവർ എങ്ങനെയുള്ളവരുമാണ്? കുറേ ഗുണങ്ങൾ ഇപ്പം അങ്ങനെ പറഞ്ഞുപോയി. 8ാമത്തെ ഗുണമായി കൊണ്ട് അല്ലാഹു പറയാണ് വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം. വല്ലദീന, അവർ ഇദാ ദുക്കിറൂ, അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ. ദുക്കിറ, ഉത്ബോധനം നൽകപ്പെട്ടു. ദക്കറ, ഉത്ബോധനം നൽകി. ദക്കറ യുദക്കിറു, അതിൻ്റെ ഉത്ബോധനം നൽകുന്നവൻ എന്നുള്ളതിന് മുദക്കിർ എന്ന് പറയും. നമുക്കൊക്കെ സുപരിചിതമാണ് ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ. അവിടെ നോക്കൂ നിങ്ങൾ, ദക്കറയുടെ ദക്കറ, ഉത്ബോധനം നൽകി. അതിന് മുദാരി യുദക്കിറു, അതിൻ്റെ ഓർഡർ ക്രിയയാണ് ഫദക്കിർ, നീ ഉത്ബോധനം നൽകുക. ഉത്ബോധനം നൽകുന്നവൻ എന്നുള്ളതിന് മുദക്കിർ, അതൊക്കെ അതിൽ വന്നു. ഇവിടെ ദുക്കിറ, ഉത്ബോധനം നൽകപ്പെട്ടു. അപ്പൊ വിശ്വാസികൾ എങ്ങനെയുള്ളവരായിരിക്കും? ഇദാ ദുക്കിറൂ, അവർ ഉത്ബോധനം, അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ. ഏതുകൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ടാൽ? ബി ആയാതി റബ്ബിഹിം. ആയത്തിന്റെ ജംആണ് ആയാത്ത്. ബി ആയാതി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ കൊണ്ട്. ആയത്ത് എന്നുള്ളതിന് സൂക്തം, വേദവാക്യം, ലക്ഷ്യം, ദൃഷ്ടാന്തം എന്നൊക്കെ അർത്ഥമുണ്ട് എന്ന് നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെയും ഉദ്ദേശമാണ്. അപ്പൊ തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വേദവാക്യങ്ങൾ കൊണ്ട്, സൂക്തങ്ങൾ കൊണ്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നാ പറയുന്നത്? ലം യഖിറൂ അലൈഹാ, അതിനു മീതെ അവർ വീഴുകയില്ല. ഖറ എന്ന് പറഞ്ഞാൽ വീണു. യഖിറു,
ലം യഖിറു അവർ വീഴുകയില്ല, അലൈഹാ അതിനു മീതെ. ഏത് നിലക്കവർ വീഴുകയില്ല? സുമ്മം വഉമ്യാനാ. സുമ്മ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബധിരന്മാര്, ബധിരന്മാർ, ഒന്നും കേൾക്കാത്തവരായിട്ടല്ല അവർ ആ ആയത്തുകളെ അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തങ്ങളോട് അവർ ഇടപെടുന്നത്. അങ്ങനെ അവർ അതിനോട് ഇടപെടുകയില്ല, അവർ ശരിക്ക് കേൾക്കും എന്നർത്ഥം. അതുപോലെ തന്നെ വഉമ്യാനാ, അന്ധന്മാരുമായി അവർ അതിനെ ഇടപെടുകയില്ല, അല്ലെങ്കിൽ അന്ധന്മാരുമായിട്ടവർ വീഴുകയില്ല. അന്ധന്മാര്, ഉമ്യാന്, അഅ്മ നമുക്കറിയാം, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ. അഅ്മ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തയാളാണ്. അതിൻ്റെ ബഹുവചനമാണ് ഉമ്യ് എന്നും പറയും, ഉമ്യ് എന്നും ഉപയോഗിക്കും. അതിൻ്റെ ബഹുവചനമായിട്ട് ഉമ്യാൻ എന്നും പ്രയോഗിക്കും. അപ്പോൾ ലം യഖിറു അലൈഹാ സുമ്മൻ വഉമ്യാനാ, അതിനു മീതെ അവർ ബധിരന്മാരായിക്കൊണ്ടും അന്ധന്മാരായിക്കൊണ്ടും വീഴുകയില്ല. എന്താ അതിനു മീതെ അവർ വീഴൂല? എങ്ങനെ? അള്ളാന്റെ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ കേട്ടാൽ മുഅ്മിനീങ്ങള് അത് കേൾക്കാത്തവരെ പോലെ, ഒന്നും കാണാത്തവരെ പോലെ അവർ നടക്കൂല. അതാണ് അതിൻ്റെ ഉദ്ദേശം. വളരെ ക്ലിയറാണ്. ആയത്തുകൾ കേട്ടാൽ, ലക്ഷ്യങ്ങൾ കേട്ടാൽ, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ മനസ്സിലാക്കിയാൽ, അതുകൊണ്ടൊക്കെ അവരിലുണ്ടാകുന്ന മാറ്റമാണ് പറയുന്നത്. പ്രമാണങ്ങളോടുള്ള അവരുടെ നിലപാട് എന്തായിരിക്കും? പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ കേൾക്കണം. എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളും അതുപോലെ തന്നെ റബ്ബിന്റെ വ്യത്യസ്തങ്ങളായ ദൃഷ്ടാന്തങ്ങളും നമ്മൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും, അതുകൊണ്ട് നമ്മോട് ഉത്ബോധനം നൽകപ്പെടുമ്പോഴും നമ്മോട് ഉപദേശിക്കപ്പെടുമ്പോഴുമൊക്കെ അവയോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? ഒന്നും കേൾക്കാത്ത പോലെയാണോ? അഥവാ സുമ്മുകളായിട്ടാണോ? ഞാനൊന്നും കേട്ടില്ലേ എന്ന രൂപത്തിലായിരിക്കുമോ അള്ളാഹുവിനെ ഭയമുള്ള വിശ്വാസികൾ? ഇനി അതല്ലെങ്കിൽ വഉമ്യാനാ, ഒന്നും കാണാത്തവരെ പോലെ, അന്ധന്മാരെ പോലെ ആയിരിക്കുമോ? അല്ല, മറിച്ച് അവരത് കൃത്യമായി തന്നെ കേൾക്കും. മഹാരഥന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ലം യകൂനു അലൈഹാ സുമ്മൻ വഉമ്യാനാ ബൽ കാനൂ ഖൈഫീന ഖാശിഈൻ. അതായത് എന്താണ് പറഞ്ഞത്? അവരാ ആയത്തുകളോട്, റബ്ബിന്റെ ഉത്ബോധനങ്ങളോട് അവർ കേൾക്കാത്തവരെ പോലെ, ബധിരന്മാരെ പോലെയോ അതുപോലെ തന്നെ അന്ധന്മാരെ പോലെയോ അല്ല അവരുണ്ടാവുക. മറിച്ച് ബൽ കാനൂ ഖൈഫീന ഖാശിഈന, അവര് വളരെ ഭയത്തോടെയും ഭക്തിയോടെയുമായിരിക്കും അതിനോട് ഇടപെടുക. ഇമാം മുഖാത്തിൽ റഹിമഹുല്ല പറയുകയുണ്ടായി, ഇദാ ഉഇലൂ ബിൽ ഖുർആനി, വിശ്വാസികളുടെ സ്വഭാവം പറയാണ്, ഇദാ ഉഇലൂ ബിൽ ഖുർആനി ലം യഖഉ അലൈഹി സുമ്മൻ ലം യസ്മഊഹു വഉമ്യാനൻ ലം യുബ്സിറൂഹു വലാകിന്നഹും സമിഉ വഅബ്സറൂ വഅയ്ഖനൂ ബിഹി. ശരിക്ക് ചിന്തിക്കണം പ്രിയമുള്ളവരെ. എന്താ അദ്ദേഹം വിശദീകരിച്ചത്? വിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വാസികൾ ഉപദേശിക്കപ്പെട്ടാൽ, ഇദാ ഉഇലൂ, അവരോട് വഅള് പറയപ്പെട്ടാൽ, ഖുർആൻ കൊണ്ട് ഉപദേശിക്കപ്പെട്ടാൽ, ലം യഖഉ അലൈഹി, ആ ഉപദേശത്തോട് അവരുടെ പ്രതികരണം സുമ്മൻ ലം യസ്മഊഹു, ഒന്നും കേൾക്കാത്തവരെ പോലെയാവില്ല, വഉമ്യാനൻ ലം യുബ്സിറൂഹു, അതൊന്നും കാണാത്ത അന്ധന്മാരുടെ സ്വഭാവമാവില്ല, വലാകിന്നഹും, പക്ഷേ അവരെങ്ങനെയായിരിക്കും, സമിഉ, അവർ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കും, വഅബ്സറൂ, അവർ നന്നായി അത് കാണും, കണ്ട് മനസ്സിലാക്കും, വഅയ്ഖനൂ ബിഹി, അവരത് കൃത്യമായും ദൃഢമായും ഉൾക്കൊള്ളും, അതിൽ അടിയുറച്ച് വിശ്വസിക്കും. അതായിരിക്കും വിശ്വാസികളുടെ നിലപാട്. ഇമാം മുജാഹിദ് റഹിമഹുല്ല പറയാണ്, ലം യസ്മഉ വലം യുബ്സിറു വലം യഫ്ഖഹു ശൈആ, ഒന്നും കേൾക്കുകയോ കാണുകയോ ഗ്രഹിക്കുകയോ ചെയ്യാത്തവരായിരിക്കുകയില്ല യഥാർത്ഥ വിശ്വാസികൾ. മറിച്ചോ അവർ കേൾക്കും, കാണും, ശരിക്കും ഗ്രഹിക്കും. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ വ്യാഖ്യാനം നോക്കൂ. അദ്ദേഹം പറയുകയാണ്, കം മിൻ റജുലിൻ യഖറഉഹാ
വയഖിറു അലൈഹാ അസമ്മു വഅഅ്മാ. ശരിക്ക് ശ്രദ്ധിക്കുക സഹോദര. കം മിൻ റജുലിൻ, എത്ര ആളുകളാണ് യഖറഉഹാ, ഇന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് ഖുർആൻ ഓതുന്നു, പക്ഷേ വയഖിറു അലൈഹാ അസമ്മു വഅഅ്മാ, അവർക്ക് അതിനോടുള്ള സമീപനം എന്താണ്? അവരെന്തൊക്കെ എങ്ങനെ ഓതുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതിൽ പറയുന്ന ആശയങ്ങളിലേക്ക് കാത് തുറന്ന് കേൾക്കാൻ, കണ്ണ് തുറന്ന് കാണാൻ, ഗ്രഹിക്കാൻ അവർ തയ്യാറല്ല. ഇമാം തബരി റഹിമഹുള്ളയുടെ വിശദീകരണത്തിൽ കാണാം, വല്ലദീന ഇദാ ദക്കറഹും മുദക്കിറുൻ ബിഹുജജില്ലാഹ് ലം യകൂനു സുമ്മൻ ലാ യസ്മഊൻ വഉംയൻ ലാ യുബ്സിറൂൻ വലാകിന്നഹും يقاض القلوب فهماء العقول يفهمون عن الله ما يذكرهم به ويفهمون عنه ما ينبههم عليه فيوعون مواعظه آذانا سمعته وقلوبا وعته. സഹോദരങ്ങളെ, ഇതൊക്കെ ആശയാ പറയുന്നത്. എന്താ പറഞ്ഞതിന്റെ ചുരുക്കം എന്നറിയോ? അള്ളാഹുവിന്റെ ലക്ഷ്യങ്ങളും ദൃഷ്ടാന്തങ്ങളുമൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവരോട് ആരെങ്കിലും ഉത്ബോധനത്തിന് വന്നാൽ അവർ കേൾക്കാത്തവരെ പോലെ, കാണാത്ത അന്ധരെ പോലെ അല്ല അവരതിനോട് ഇടപെടുക. മറിച്ച് അവർ നല്ല ഉണർവുള്ള ഹൃദയത്തോടുകൂടി, നല്ല കൂർമ്മ ബുദ്ധിയോടുകൂടി അല്ല എന്താണോ അവരോട് ഉത്ബോധിപ്പിക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കുകയും അവരെ ഉണർത്തുന്ന കാര്യമെന്തോ അത് ശരിക്കും ഗ്രഹിക്കുകയും ആ ഉപദേശങ്ങളിലേക്ക് അവരുടെ കണ്ണുകൾ അവർ കൊടുക്കും, ശരിക്കും കേൾക്കാൻ അവരുടെ കാതുകൾ ശരിക്കും ശ്രദ്ധയോടെ അവരത് കേൾക്കും. അതുപോലെ തന്നെ അവരുടെ ഹൃദയങ്ങളിൽ അവരത് ശരിക്കും ആവാഹിച്ചെടുക്കും എന്നൊക്കെയാണ് ഇമാം തബരി അതിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ആലോചിക്ക്. എന്തിനാണ് ഞാൻ ഈ അയിമ്മത്തുകളുടെ, ഈ ഇമാമുകളൊക്കെ പറഞ്ഞ ഈ ഉദ്ധരണികൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്? നമ്മൾ ഇന്ന് വിശുദ്ധ ഖുർആനിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുവാൻ വേണ്ടിയാണ്. വിശിഷ്യ റമദാൻ കഴിഞ്ഞു. ഇനി പലർക്കും ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു കഷ്ടം ബോധിയെങ്കിലായി. അതിൻ്റെ പഠനത്തോട് ശ്രദ്ധയുണ്ടാകുമോ? പാരായണത്തോട് ശ്രദ്ധയുണ്ടാകുമോ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. ഖുർആൻ അത് പഠിക്കാതെ ഒരാൾക്കും വിജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഓത്തിനുള്ളതല്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവണം എന്നാണ്. ഇബാദുർ റഹ്മാനിന്റെ ഗുണമായി ഇവിടെ അള്ളാഹു അതാ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കേൾക്കാത്തവരെ പോലെ, ഒന്നും കാണാത്തവരെ പോലെ അവർ നടക്കൂലാണ്. മറിച്ചവർ വളരെ, അതിനോടുള്ള അവരുടെ സമീപനം വളരെ കൃത്യമായിരിക്കും. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ചിന്ത വരുമ്പോഴല്ലേ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാരായണത്തോടൊപ്പം അവർ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴാണ് ആ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അവരുടെ മനസ്സിൽ വല്ലാത്ത ചലനമുണ്ടാവുക. അതവരുടെ ജീവിതത്തിലുണ്ടാകും. പരിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, എന്താ ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കാത്തത്? ഖുർആൻ ചിന്തിക്കാനുള്ളതല്ലേ? അവരുടെ ഹൃദയങ്ങളൊക്കെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്ന് സൂറത്ത് മുഹമ്മദിലും അതുപോലെ തന്നെ മറ്റൊരധ്യായത്തിലും അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ. സൂറത്തു നിസായിലും ചോദിക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം നിർത്തിയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചവരാണ്. യഖറഉ മുതറസ്സില ഇദാ മർറ ബിആയത്തിൻ ഫീഹാ തസ്ബീഹുൻ സബ്ബഹ വഇദാ മർറ ബിസുആലിൻ സഅല വഇദാ മർറ ബിതഅവ്വുദിൻ തഅവ്വദ. എന്താണ് ആ പറയുന്നത്? നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂല് അവിടുത്തേക്കൊരു ഖത്മാണ് തീർക്കുക, അല്ലെങ്കിൽ പെട്ടെന്നാണ് ഓടി തീർക്കുക എന്ന നിലക്ക് ഹൈ സ്പീഡിൽ അടിച്ചു വിടുന്ന പ്രകൃതായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാവകാശമാണ് ഖുർആൻ പാരായണം നടത്തിയിരുന്നത്. റബ്ബിനെ കുറിച്ചുള്ള പുകഴ്ത്തേണ്ടുന്ന വചനങ്ങളിലൂടെ, അത്തരം റബ്ബിനെ പ്രകീർത്തിക്കുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ റബ്ബിനെ നന്നായി പുകഴ്ത്തും, തസ്ബീഹ് ചൊല്ലും. അതുപോലെ തന്നെ റബ്ബിനോട് വല്ലതും ദുആ ചെയ്യേണ്ടുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ റബ്ബിനോട് ദുആ ചെയ്യും. കാവൽ ചോദിക്കേണ്ടുന്ന വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാവൽ ചോദിക്കും. ഇതൊക്കെ നമ്മൾ സഹോദരങ്ങളെ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരുമൊക്കെ ഖുർആൻ കേൾക്കുമ്പോൾ അവർ കരഞ്ഞിരുന്നത് എന്തുകൊണ്ടാ?
വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ കൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ അവർ കരഞ്ഞിരുന്നത് എന്തുകൊണ്ടാ? ഈമാനുള്ളത് കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം അവർക്കറിയാം. അതിൽ പറഞ്ഞ ആശയങ്ങൾ അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവർ കരയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോൾ കരച്ചിലടക്കാൻ സാധ്യമായിരുന്നില്ലെന്ന് മകളായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ഈമാനികമായ ദൃഢതയാണ്. സഹോദരങ്ങളെ, ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അത് മനസ്സിലാക്കിയാലല്ലേ അതിൻ്റെ അക്ഷരങ്ങൾ കേവലം കൂട്ടി വായിക്കാൻ അറിഞ്ഞതുകൊണ്ട് കാര്യമാകുമോ? ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ലെന്നാണ് ശൈത്താൻ പലപ്പോഴും പലരോടും പറഞ്ഞു കൊടുക്കുന്നത്. ഖുർആനൊക്കെ വലിയ ദുർഗ്രാഹ്യമാണ്, അതൊക്കെ വലിയ പ്രയാസമാണ്, അതൊക്കെ പഠിക്കാനുള്ള ഏജ് നീ പിന്നിട്ട് കഴിഞ്ഞു, കാലം നിന്റെ കാലമൊക്കെ അത് കഴിഞ്ഞു പോയി, ഇനിയൊന്നും ഓർമ്മയിൽ നിൽക്കൂല, ഇനി അതൊന്നും പഠിക്കാൻ കഴിയില്ല എന്ന് ചെകുത്താനാണ് തോന്നിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് ആ ഗ്രന്ഥം ഇറക്കിയ റബ്ബ് എന്താ പറയുന്നത്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. സൂറത്തുൽ ഖമറിൽ പടച്ച റബ്ബ് പലതവണ പറയുന്നുണ്ട്, ഈ ഖുർആനിനെ തീർച്ചയായും ചിന്തിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. പക്ഷേ ചിന്തിക്കുന്നവരുണ്ടോ? ഗുണപാഠം ഉൾക്കൊള്ളുന്നവരുണ്ടോ? റബ്ബിന്റെ ചോദ്യമാണത്. ഈ വചനങ്ങളിൽ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ റബ്ബ് പ്രത്യേകമായി സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക് സ്വർഗത്തിന്റെ സുവിശേഷമുണ്ട്, അത് നിരാകരിച്ചവർക്ക് നരകീയമായ ശിക്ഷകളെ സംബന്ധിച്ചുള്ള താക്കീതുകളുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ട്, പ്രവാചകന്മാരെ കുറിച്ചുള്ള അറിവുണ്ട്, പരലോകത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. ഇങ്ങനെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയാത്ത കാര്യങ്ങളുടെ വിശദീകരണം എന്ന നിലക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ പോലെ തന്നെ റബ്ബ് വഹിയായി കൊടുത്തിട്ടുള്ള ഹദീസുകളിലൂടെയും ബാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെയും ഗ്രഹിക്കാൻ എളുപ്പമാണ്. ചിന്തിക്കാനും പഠിക്കാനും താല്പര്യമുള്ളവർക്ക് അതൊന്നും ഒരു പ്രയാസമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമുക്കതിനോടുള്ള നയമെന്ത്? റമദാൻ കഴിഞ്ഞു, ഇപ്പം നമ്മുടെ ഖുർആൻ ക്ലാസ് വീണ്ടും ആരംഭിക്കുകയാണ് ഓൺലൈനിലൂടെ, അല്ലേ? എത്ര പേരിത് കേൾക്കും, എത്ര പേരിത് ശ്രവിക്കും, എത്ര പേര് ഇതിൽ പങ്കെടുക്കും, എത്ര പേരിത് ചിന്തിക്കും? പക്ഷേ എത്ര പേര് പങ്കെടുക്കട്ടെ പങ്കെടുക്കാതിരിക്കട്ടെ, അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോ ഈ ഗ്രന്ഥത്തോടുള്ള നമ്മുടെ സമീപനത്തെ കുറിച്ച് ചോദ്യമുണ്ടാകുമല്ലോ. ഈ ഗ്രന്ഥത്തെ ഏത് നിലക്ക് സമീപിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഇവിടെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, ഇബാദുർ റഹ്മാനിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് അവർക്ക് അവരുടെ തങ്ങളുടെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെടുന്നതായാൽ, ഉത്ബോധനം നൽകപ്പെട്ടാൽ അവർ അതൊന്നും കേൾക്കാത്തവരെ പോലെ കാണാത്തവരെ പോലെ വീഴൂല. മറിച്ച് ആ വചനങ്ങളും സൂക്തങ്ങളും ദൃഷ്ടാന്തങ്ങളുമൊക്കെ എന്താണോ അതിൽ പറയുന്നത്, എന്താണോ ഞാൻ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്, എന്താണ് അതിലൂടെ ഞാൻ കാണേണ്ടത്, എന്താണ് അതിലൂടെ ഞാൻ പ്രവർത്തിക്കേണ്ടത്, എന്താണ് അതിലൂടെ ഞാൻ ചിന്തിക്കേണ്ടത് എന്ന് കൃത്യമായി കണ്ണും കാതും കൽബും കൊടുത്തുകൊണ്ട് ചിന്തയോട് കൂടെ മാത്രമാണ് അവരതിനോട് ഇടപെടുക. അല്ലാത്ത സ്വഭാവം മുനാഫിഖിൻ്റെതാണ്, കാഫിറിൻ്റെതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ വിശ്വാസികളെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ആരിൽ പെടാനാണ്? ആരിൽ ഉൾപ്പെടാനാണ് നാം ആഗ്രഹിക്കുന്നത്? യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനതാ നമുക്ക് നമ്മുടെ മുൻഗാമികളായ ആളുകൾ, ഈ വേദഗ്രന്ഥം നൽകപ്പെട്ടിരുന്ന മുമ്പുണ്ടായിരുന്ന ആളുകൾ പോലും റബ്ബിന്റെ വചനങ്ങൾ അവരവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കേൾക്കുമ്പോഴുള്ള അവസ്ഥയെപ്പറ്റി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. സൂറത്തുൽ മാഇദയിലെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, കണ്ടോ, ജൂതരിലും ക്രിസ്ത്യാനികളിലും ഒക്കെ പെട്ടിട്ടുള്ള, അതല്ലെങ്കിൽ പുരോഹിതന്മാരിൽപ്പെട്ട വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ പോലും മുൻകാലത്ത് അവരിലുണ്ടായിരുന്നു നല്ല വിശ്വാസികൾ.
അവർക്കന്ന് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ ആ യഥാർത്ഥമായ വചനങ്ങൾ അവർ കേൾക്കുമ്പോൾ, റസൂലിലേക്ക് അവതരിക്കപ്പെട്ട വചനങ്ങൾ അവർ കേൾക്കുന്നതായാൽ അവരെപ്പോലും ഈ ഖുർആൻ സ്വാധീനിച്ചിട്ടുണ്ട്. അവരെപ്പോലും ഈ ഖുർആനികമായ വചനങ്ങൾ കേട്ടപ്പോ അവരതാ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നതായി നിനക്ക് കാണാം. എന്തേ കാരണം? അത് കേവലം വെറുതെ കരഞ്ഞതല്ല. ശരിക്ക് മനസ്സിലാക്ക് പ്രിയമുള്ളവരെ, അല്ല പറയുന്നത് എന്താ? മിമ്മാ അറഫൂ മിനൽ ഹഖി, യഥാർത്ഥത്തിൽ നിന്നവർ മനസ്സിലാക്കിയത് കാരണത്താൽ. തങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് എന്ന് വേദം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും അറിയാമായിരുന്നു, ക്രിസ്ത്യൻ പാതിരിമാർക്ക്. എന്നിട്ട് അവർക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇത്തരത്തിലുള്ള സൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ടവർ പ്രാർത്ഥിച്ചിരുന്നു. യഖൂലൂന റബ്ബനാ, അവരിപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. റബ്ബനാ ആമന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, ഈ സത്യത്തിന് സാക്ഷികളായവരുടെ കൂടെ നീ ഞങ്ങളെയും എഴുതി ചേർക്കണേ എന്ന് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികൾ ഇഞ്ചീലിലൂടെയും തൗറാത്തിലൂടെയൊക്കെ അത് മനസ്സിലാക്കിയ ആളുകൾ ഖുർആൻ കേൾക്കുമ്പോൾ അവർക്ക് ഈ മാറ്റമുണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ടോ അവര് പറയുകയും ചെയ്തിരുന്നു, നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, അവരിപ്രകാരം പറയുകയും ചെയ്തിരുന്നു. വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹി വമാ ജാഅനാ മിനൽ ഹഖ് വനത്മഉ അൻ യുദ്ഖിലനാ റബ്ബുനാ മഅൽ ഖൗമിസ് സാലിഹീൻ. ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായമാ ഉള്ളത്? കേട്ടോ, അന്നത്തെ വിശ്വാസികൾ പറഞ്ഞിരുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായമാ ഉള്ളത്? വമാ ജാഅനാ മിനൽ ഹഖി, ഹഖിൽ നിന്ന് ഞങ്ങൾക്ക് വന്നു കിട്ടിയതിലും ഞങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായമാ ഉള്ളത്? അതുകൊണ്ട് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. വനത്മഉ, ഞങ്ങൾ കൊതിക്കുകയും ചെയ്യുന്നു. അയ്യുദ്ഖിലനാ റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന്. മഅൽ ഖൗമിസ് സാലിഹീൻ, സദവൃത്തരായ ആളുകളോടൊപ്പം ഞങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന് ഞങ്ങൾ മോഹിക്കുകയും ചെയ്യുന്നു എന്ന് ക്രൈസ്തവരായ ആളുകൾ. കാരണം അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുക. അവർക്ക് എന്നിട്ട് ഈ ഖുർആന്റെ സൂക്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ, മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വചനങ്ങൾ അവർ കേൾക്കുമ്പോൾ അവർക്കത് വളരെ സത്യമായി ബോധ്യപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ആളുകൾ കണ്ട വേദഗ്രന്ഥത്തോട് ആ ഒരു സമീപനം സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു തുടർന്ന് പറയുന്നത് എന്താ? ഫഅസാബഹുമുല്ലാഹു ബിമാ ഖാലൂ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലിക ജസാഉൽ മുഹ്സിനീൻ. അങ്ങനെ അവരാ പ്രാർത്ഥിച്ചതിൻ്റെയും പറഞ്ഞതിൻ്റെയും ഒക്കെ ഫലമായിക്കൊണ്ട് അള്ളാഹു അവർക്ക് അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശാശ്വതത്വത്തിന്റെ സ്വർഗമാണ് പ്രതിഫലം നൽകിയത്. അങ്ങനെയാണ് സുഹൃതവാന്മാർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്നൊക്കെയാണ് തുടർന്നുകൊണ്ട് പറയുന്നത്. സഹോദരന്മാരെ, ആ ഒരു മനോഗരി നമുക്ക് ഖുർആനിനോടുണ്ടോ? നമ്മൾ ആലോചിക്ക്, ആ ഒരു മനോഗരി നമുക്ക് ഖുർആനിനോടുണ്ടോ? അവര് പറഞ്ഞതെന്താണ് ആ ഖുർആൻ പറയുന്നത്? സൂറത്തുൽ മായിദ 83, 84, 85 സൂക്തങ്ങളാപ്പ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അവര് പറഞ്ഞ ന്യായം കേട്ടോ, നമ്മൾ ശരിക്ക് ചിന്തിക്കണം. അള്ളാഹുവിലും അള്ളാഹു അവതരിപ്പിച്ചതിലും വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായമാ ഉള്ളതെന്നാ ചോദിക്കുന്നത്. നമുക്കാ ചിന്തണ്ടോ? അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള തൗഹീദും ആഖിറത്തും റിസാലത്തും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേട്ടിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അതൊക്കെ ഉൾക്കൊള്ളാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമാ ഉള്ളത്? അള്ളാഹുവേ, ഞങ്ങളത് ഉൾക്കൊള്ളുന്നു, ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. സ്വർഗം തരുന്ന, സ്വർഗം ലഭിക്കുന്ന നല്ലവരിൽ നീ ഞങ്ങളെ എഴുതി ചേർക്കണേ, സച്ചരിതരുടെ കൂടെ നീ ഞങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മാനസികമായ അവസ്ഥ പ്രിയമുള്ളവരെ നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് 1000 തവണ ചോദിക്കണമെന്നാണ് എനിക്കെന്നോടും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും വിനയ പുരസ്സരം ഉണർത്തുവാനുള്ളത്. ചിന്തിക്കു സഹോദര, അള്ളാഹിൻ്റെ കലാമുമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ എന്ത്? ഇനിയും നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികളായ ആളുകളുടെ സ്വഭാവം എന്തായിരുന്നു?
ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽഅദ്ഖാനി സുജ്ജദാ ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا. സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു പറയുകയാണ്, മുമ്പ് അറിവ് നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ അവർക്ക് വേദത്തിലുള്ള വാക്യങ്ങളാണ് ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ അവർ താടി കുത്തി അവർ വീഴും എന്നാണ്, സുജൂദിൽ വീഴും. റബ്ബിനെ അവർ വാഴ്ത്തും പുകഴ്ത്തും. റബ്ബിന്റെ കരാറുകളൊക്കെ നടപ്പിലാക്കപ്പെടുന്നത് തന്നെയാണ് എന്നവർ ഉറച്ച് വിശ്വസിച്ചു പ്രഖ്യാപിക്കും. അവർ മുഖം കുത്തി താടികൾ കുത്തി വീഴും, കരയും. അവർക്കത് ഭയഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് സൂറത്തുൽ ഇസ്രായിൽ മാത്രമല്ല, സൂറത്തു മറിയമിൽ 58-ാമത്തെ ആയത്തിൽ അതിന്റെ മുമ്പ് പല പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞിട്ട് പറയുകയാണ്, ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയാ. റഹ്മാനായ റബ്ബിന്റെ ആയത്തുകൾ അവർക്കങ്ങ് കേൾപ്പിക്കപ്പെടുന്നതായാൽ, പാരായണം ചെയ്യപ്പെട്ട് കേൾപ്പിക്കപ്പെടുന്നതായാൽ ഖറൂ സുജ്ജദൻ വബുകിയാ, അവർ സുജൂദിൽ കിടക്കുകയാണ്, കരയുന്നവരായി കൊണ്ടവർ സുജൂദിൽ വീഴുന്നു. കേട്ടോ, ബുക്കി കരഞ്ഞുകൊണ്ട്, കരയും എന്നാണ്. ഇനിയും നോക്കൂ, സൂറത്ത് ഖസസിലെ 53-ാമത്തെ ആയത്ത്, വഇദാ യുത്ലാ അലൈഹിം ഖാലൂ ആമന്നാ ബിഹി ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിനാ ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ. അവിടെയും പറയുന്നത് എന്താ, അവരിലേക്കങ്ങ് ഓതിക്കേൾപ്പിക്കപ്പെടുന്നതായാൽ അവരെന്താ പറയാ, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഹക്ക് തന്നെയാണിത്, മുമ്പേ ഞങ്ങളിതിനെ വിശ്വസിക്കുന്നവർ തന്നെയാണ്, ഇതിനെ അനുസരിക്കുന്നവർ തന്നെയാണ് എന്നൊക്കെ അവർ പറയുമെന്ന് അല്ലാഹു തആല സൂറത്ത് ഖസസിലും പറയാണ്. അതായിരുന്നു മുൻഗാമികളെങ്കിൽ. ഇനിതായി വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഖുർആനിനെ സംബന്ധിച്ചാണ് അതിൽ പറയുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട വാർത്തയാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. റബ്ബിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ ചുളുങ്ങും എന്നാണ്. റബ്ബിനെ പേടിക്കുന്നവർക്ക് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളൊക്കെ നടുങ്ങും എന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരവസ്ഥയുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കുക. സൂറത്തു സജദയിൽ കേട്ടില്ലേ, ഇന്നമാ യുഅ്മിനു ബിആയാതിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. അവിടെയും പറയുന്ന ആശയം എന്താണ്? തീർച്ചയായും നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ ആര് മാത്രമാണ്? യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആര് മാത്രമാണ്? ഇദാ ദുക്കിറൂ ബിഹാ, ആ ആയത്തുകൾ കൊണ്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ ഖറൂ, അവർ വീഴും, സുജൂദിൽ വീഴും. വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവർ വാഴ്ത്തി പ്രകീർത്തിച്ചു കളയും. വഹും ലാ യസ്തക്ബിറൂൻ, ഒരു അഹങ്കാരവും അവർക്ക് തോന്നുകയില്ല. ഞാൻ ഈ ഓതിക്കേൾപ്പിച്ചിട്ടുള്ള മിക്ക ആയത്തുകളും ഓതുന്ന വേളകളിൽ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള, തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുള്ള വചനങ്ങളാപ്പം നിങ്ങൾ ഈ കേട്ടതൊക്കെ പലതും വിശുദ്ധ ഖുർആനിൽ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്. മുഅ്മിനീങ്ങൾ ഖുർആനോട് ഇങ്ങനെ, അതാ വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ. അവര് അന്ധന്മാരും അതുപോലെ തന്നെ ബധിരന്മാരുമായിട്ടല്ല വീഴുക എന്ന് പറഞ്ഞാൽ അവര് വളരെ ചിന്തയുണ്ടവരായിരിക്കും. കണ്ണും കാതുമൊക്കെ തുറന്ന്, ഹൃദയമൊക്കെ തുറന്ന് അത് വളരെ ചിന്തയോടെ ഉൾക്കൊള്ളുന്നവരാണ്. അതേ അവസരത്തിൽ ചിന്തയില്ലാത്തവരെ കുറിച്ച് ഏറ്റവും നികൃഷ്ട ജന്തുക്കളെന്നാണ് അല്ലാഹു വിശേഷിപ്പിച്ചത്. സൂറത്ത് അൻഫാലിലെ 22-ാമത്തെ ആയത്ത് കേട്ടോ, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ. അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജന്തുക്കള്. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജന്തുക്കളാരാണ്? അസ്സുമ്മു,
എന്ത് ഉത്ബോധനം കൊടുത്താലും, ഏതായത്ത് കേട്ടാലും, ഏത് ഹദീസ് കേട്ടാലും, എന്ത് കേട്ടാലും അവർക്കതൊക്കെ ഒന്നും അവര് മൈൻഡ് ചെയ്യൂല. ഒന്നും കേൾക്കാത്തവരാണ്. സുമ്മാണ് അൽബുക്കുമോ അവരതാ ഒന്നും ഒരു നിലക്കും മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളാണ്, ബധിരന്മാരായ ആളുകളാണ്, ഊമകളാണ്. അല്ലദീന ലാ യഖിലൂൻ, ഒരു ചിന്തയുമില്ലാത്ത വർഗം. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറയുന്നത് കേട്ടില്ലേ? കളിയിലും ചിരിയിലും വിനോദത്തിലും തമാശകളിലുമായി കൊണ്ട് ജീവിതം കളയുന്ന ആളുകളെ കുറിച്ച്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കാതെ, അത് പഠിക്കാതെ, സംഗീതത്തിൻ്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആ രൂപത്തിലുള്ള കളികളുടെയും വിനോദങ്ങളുടെയും കോമഡികളുടെയും പിന്നാലെ പോയിട്ട് സമയം ചെലവഴിച്ച്, അതിന് വേണ്ടി പണം ചെലവഴിച്ച്, ആ മാർഗത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് റഹ്മാനായ റബ്ബിൻ്റെ ഖുർആൻ കേൾക്കുന്നത് അവർക്ക് അലങ്കാരമല്ല, അത് കേൾക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല, അത് പഠിക്കുന്നതിനവർക്ക് മനസ്സില്ല. അഥവാ അത് കേൾക്കുന്നതും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുന്നതും ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ അവർക്ക് വളരെ വെറുപ്പാണ്, അരോചകമാണ്. അതേ അവസരത്തിൽ കളിയും കോമഡിയും വിനോദങ്ങളും തമാശകളും ആ രൂപത്തിലുള്ള ഇസ്ലാം വിലക്കിയിട്ടുള്ള സംഗീതത്തിൻ്റെതായ മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ അതിലൊക്കെ മുഴുകിയിട്ടിങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളുകളില്ലേ, അവരെക്കുറിച്ച് റബ്ബ് പറയുകയാണ്, വഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദുനൈഹി വഖറാ ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം. നമ്മുടെ ആയത്തുകൾ അവൻ്റെ മേൽ ഓതിക്കേൾപ്പിക്കപ്പെടുന്നതായാൽ, അള്ളാഹിന്റെ ഖുർആൻ അത്തരത്തിലുള്ള ആളുകൾക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുത്താൽ, ആ രൂപത്തിലുള്ള കളികളിലും വിനോദങ്ങളിലും അത്തരത്തിലുള്ള തോന്നിവാസങ്ങളിലുമൊക്കെ മാത്രമായിട്ട് ജീവിതത്തെ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിലൊക്കെ മുഴുകി ജീവിക്കുന്ന ആളുകളോട് ഖുർആൻ ഓതിക്കൊടുത്താൽ, ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ അവരുടെ സ്വഭാവം എന്തായിരിക്കും? വല്ലാ മുസ്തക്ബിറ, അഹങ്കാരികളായിക്കൊണ്ടവർ തിരിഞ്ഞുകളയും. കഅല്ലം യസ്മഅഹാ, അവർ യാതൊന്നും കേട്ടിട്ടില്ലാത്തവരെ പോലെ. കഅന്ന ഫീ ഉദുനൈഹി വഖറാ, അവരുടെ ഇരു കാതുകളിലും ഇതൊന്നും അങ്ങോട്ട് കയറാത്ത വിധത്തിൽ എന്തോ ചില കട്ടിയിലുള്ള വസ്തുക്കൾ ഉരുക്കി വഴിക്കപ്പെട്ടിട്ടുണ്ട്. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം, അത്തരത്തിലുള്ള ആൾക്ക് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചേക്ക്. ഖുർആനാ പറയുന്നത് സഹോദരന്മാരെ. ഇപ്പൊ വിശ്വാസികൾക്ക് ഇതൊക്കെ ഖുർആൻ കേട്ടാലും ആയത്തുകൾ കേട്ടാലും ഒക്കെ വിശ്വാസികൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ആലോചിച്ച് നോക്കുക. അങ്ങനെ ഇത് കേൾക്കണം എന്നും ചിന്തിക്കണം എന്നൊക്കെ മനസ്സുള്ള ആളുകളുടെ അവസ്ഥയാണ്. അതേ അവസരത്തിൽ മുനാഫിക്കുകൾക്ക് എന്തെന്നെ ഇറങ്ങിയാലും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മുനാഫിക്കുകളുടെ സ്വഭാവം എന്താ, വിശ്വാസികളുടെ സ്വഭാവം മുകളിൽ പറയുന്നുണ്ട്. സൂറത്തു തൗബ 125 ആയത്തിൽ പറയുന്നുണ്ട്, ഒരായത്തിറങ്ങിയാൽ വിശ്വാസികൾക്ക് അതുകൊണ്ട് ഈമാൻ വർദ്ധിച്ച് അവർ വല്ലാത്ത സന്തോഷത്തിലൊക്കെയാകും. അതേ അവസരത്തിൽ വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾ, അതാരാ? മുനാഫിക്കുകൾ. ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം എന്നാണ്. അവർക്ക് അവരുടേതായ ഹൃദയത്തിന്റെ ആ അസുഖവും മാലിന്യവും വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈനി സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. ഈ സംഗതി പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഈ മുനാഫിക്കുകൾക്ക് കാണുന്നില്ല, ഈ മുനാഫികൾ ചിന്തിക്കുന്നില്ല. അവര് ശരിക്കാലോചിക്ക് പ്രിയമുള്ളവരെ, ഈ കാലികമായ സംഭവങ്ങളിലേക്ക് ചേർത്ത് വായിക്ക്. അന്നഹും യുഫ്തനൂന, അവരതാ പരീക്ഷിക്കപ്പെടുന്നു. ഫീ കുല്ലി ആമിൻ, എല്ലാ ഓരോ കൊല്ലവും, മറത്തൻ ഔ മറത്തൈനി, കൊല്ലത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ എല്ലാ വർഷവും അവർ പരീക്ഷിക്കപ്പെടുന്നില്ലേ? പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷണം നേരിടുന്നില്ലേ? അള്ളാഹ് എന്തിനാ പരീക്ഷണങ്ങൾ തരുന്നത്? മനുഷ്യരൊന്ന് ചിന്തിക്കാൻ, ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് തൗബ ചെയ്യാൻ, ഒന്ന് നന്നാവാൻ. എന്നിട്ടും കൊല്ലത്തിൽ 1ഉം 2ഉമൊക്കെ
അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കണ്ടിട്ടും ഇവർക്കെന്തേ പറ്റിപ്പോയത്? സുമ്മലായ തൂബൂന, അവർ ഒരു തൗബയും ചെയ്യുന്നില്ലല്ലോ. വലാഹും യദ്ദക്കറൂൻ, അവരൊന്നും ചിന്തിക്കുന്നവരും ചെയ്യുകയില്ലല്ലോ. പ്രിയമുള്ളവരെ, എന്താ നമ്മുടെ ഇവിടെ ആലോചിക്കേ? വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വല്ലദീന ഇദാ ദുക്കിറൂ ബി ആയാതി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ ആയത്തുകൾ കൊണ്ട്, ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ വേറെയും മനസ്സിലാക്കണം. ഇവിടെ ആയാത്ത് റബ്ബിഹിം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആയത്തും ഹദീസുകളും മാത്രമല്ല കേട്ടോ, അത് ആയാത്തുൻ ശർഈയാണ്. ഇനി ആയാത്തുൻ കൗനിയുണ്ട്, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സൂര്യൻ, ചന്ദ്രൻ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളാണ്. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? അത് അള്ളാന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ടൊക്കെ അള്ളാഹ് അവന്റെ അടിമകളെ പേടിപ്പിക്കുകയാണെന്നാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖവ്വിഫു ബിഹിമാ ഇബാദഹു, സൂര്യഗ്രഹണത്തിലൂടെയും ചന്ദ്രഗ്രഹണത്തിലൂടെയൊക്കെ അള്ളാഹ് അവന്റെ അടിമകളെ ഭീതിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നില്ലേ? കോവിഡ് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയെത്ര പരീക്ഷണങ്ങളാ പ്രിയമുള്ളവരെ നമ്മെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരസുഖത്തിന് വാക്സിൻ കണ്ടുപിടിച്ചപ്പോഴേക്ക് അതിന്റെ രണ്ടാമത്തെ തരംഗം വന്നു അല്ലേ? ഇപ്പോൾ പല ആശങ്കകളാണ് വീണ്ടും നിലനിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം വന്നതോടുകൂടി എന്തെല്ലാം തരത്തിലുള്ള പനികൾ, അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല വിധത്തിലുള്ള അസുഖങ്ങൾ. ബ്ലാക്ക് ഫംഗസ്, ഇക്കൊല്ലം അതാ പറയുന്നു, ബ്ലാക്ക് ഫംഗസ് മനുഷ്യന്റെ കണ്ണിനെ ബാധിക്കുന്നു, ബ്രെയിനിലേക്ക് വരുന്നു. എന്തൊക്കെ അസുഖങ്ങളാണ്, ഏതെല്ലാം വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ്, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പ്രിയമുള്ളവരെ വിശ്വാസികൾ ഇതൊക്കെ കണ്ണും കാതും തുറന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്? അവന്റെ ചുറ്റുഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരന്ധരല്ല, അവർ മൂകബധിരരല്ല. മനസ്സിലാക്കണം നമ്മൾ. ഇതൊക്കെ കണ്ണും കാതും തുറന്ന് നമ്മൾ കാണും കേൾക്കൊക്കെ ചെയ്യണം. വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ എത്രയെത്ര പരീക്ഷണങ്ങൾ ഫറോവയുടേതായ ആളുകൾക്ക് റബ്ബ് ഒന്നിനു പുറകെ പരീക്ഷണങ്ങൾ കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നില്ലേ? എന്തെല്ലാം പരീക്ഷണങ്ങൾ കൊടുത്തു? തൂഫാൻ കൊടുത്തു, പ്രളയം കൊടുത്തു, അതുപോലെ തന്നെ പല വിധത്തിൽ കുമ്മല്, ലഫാദിഅ്, ദമ്, ആയാത്തിൻ മുഫസ്സലാത്ത് എന്നാണ് അവയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. 8-9 ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ബനൂ ഇസ്രായേലിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. എന്നിട്ടൊന്നും അവർ പാഠം പഠിച്ചില്ല. അവർ വീണ്ടും അഹങ്കാരികളാവുകയാണ് ചെയ്തത്. അപ്പോഴല്ലേ അവർക്ക് നാശമുണ്ടായത്. ഇത് നമ്മളും പഠിക്കണം. എത്രയാണ് ഓരോ കൊല്ലവും എത്രയെത്ര പരീക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ചിന്തിക്കാൻ വേണ്ടി. എന്നിട്ടും നെഗളിപ്പിന് വല്ല കുറവുമുണ്ടോ? അഹങ്കാരത്തിന് വല്ല അറുതിയുമുണ്ടോ? അഹങ്കാരത്തിന് വല്ല അറുതിയും നമുക്കുണ്ടോ? തിന്മകൾ ചെയ്യുന്നതിൽ വല്ല വ്യത്യാസവുമുണ്ടോ? എന്ത് തന്നെ വന്നാലും എനിക്ക് വിരോധമില്ല, ഞാൻ എന്തിനേയും അതിജീവിക്കുമെന്ന വല്ലാത്തൊരു അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളല്ലേ സർവമേഖലകളിൽ നിന്നും ഇപ്പോഴും പ്രകടമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്ക് സഹോദര, യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ വചനങ്ങൾ കേട്ടാൽ അവൻ കൃത്യമായി തന്നെ അവൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും, അവൻ ആലോചിക്കും, അവൻ അതിനെക്കുറിച്ച് ഗൗരവമായി തന്നെ കൃത്യമായി തന്നെ അവൻ്റെ മനസ്സിൽ ചിന്തകൾ ഉണരും എന്നുള്ളതാണ്. അതല്ലാതെ ആയത്തുകളും വചനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ മറ്റുള്ള ആളുകളെ പോലെ നമ്മളാവരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. സൂറത്ത് യൂസുഫിലെ 105-ാമത്തെ ആയത്തിലാണ് അല്ലാഹ് പറയുന്നത്, ആകാശഭൂമികളിലായി എത്രയെത്ര ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ അവർക്ക് കടന്നു പോകുന്നത്. എന്നിട്ടും വഹും അൻഹാ മുഅ്രിദൂൻ, അവരതിൽ നിന്നൊക്കെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയോ പഠിക്കുകയോ ഉത്ബോധനം ഉൾക്കൊള്ളുകയോ ചെയ്യാതെ അവരതാ എന്നിട്ടും പിന്തിരിഞ്ഞു കളയുന്നുവല്ലോ. ഏറ്റവും വലിയ ഗൗരവമാണ് സഹോദരങ്ങളെ, റബ്ബിന്റെ ആയത്തുകൾ കേട്ടിട്ട്, റബ്ബിന്റെ വചനങ്ങൾ കേട്ടിട്ട് സത്യം മനസ്സിലായിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവനേക്കാൾ കടുത്ത ആക്രമി വേറെ ആരാനുള്ളത് എന്നാണ് അള്ളാഹു ചോദിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. 2 സ്ഥലത്ത്. ഒന്ന് സൂറത്തു സജദയിൽ ചോദിക്കുന്നുണ്ട്, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. എന്താ അവിടെ പറയുന്നത്?
അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ടതിൻ്റെ ശേഷം പിന്നെയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവനേക്കാൾ കടുത്ത അക്രമി വേറെ ആരാ ഉള്ളത്? വിടൂല ഞാൻ, കടുത്ത ശിക്ഷ ശിക്ഷിക്കുന്നതാണ് അള്ളാഹു അതിൽ പറയുന്നത്. ഇനി സൂറത്തുൽ കഹ്ഫില് ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. കണ്ടോ, തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകളും മറന്നു കളയുകയാണവർ. എന്നിട്ട് നൽകപ്പെട്ട ഉത്ബോധനങ്ങളൊന്നും അവർ കണ്ണും കാതും കൽബും കൊടുത്ത് കണ്ട് കേട്ട് ചിന്തിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ തയ്യാറില്ല. എന്ത് തന്നെ കേട്ടാലും ഞങ്ങൾക്കതൊക്കെ ഒരേപോലെ എന്ന മട്ടിൽ അവഗണിച്ച് ഉത്ബോധനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന, ഉത്ബോധനങ്ങളെ അവഗണിച്ച് കളയുന്ന, ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ നന്നാവൂല എന്ന മട്ടിൽ തന്നെ മുന്നോട്ട് പോകുന്നവനേക്കാൾ കടുത്ത അക്രമി ആരാണ് വേറെയുള്ളത്? വേറെ ഒരു കടുത്ത അക്രമിയും ഈ രൂപത്തിൽ പിന്തിരിയുന്ന വിഷയത്തിൽ ഇവരെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അത്ര കടുത്ത അക്രമികളാണ് ഇവർ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ സ്വഭാവം നമ്മളിലുണ്ടോ സുഹൃത്തുക്കളെ? അള്ളാന്റെ കിതാബിനോടുള്ള അവഗണന, അള്ളാന്റെ കിതാബിനോടുള്ള അവഗണന, അങ്ങനെ അവഗണിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫബി അയ്യി വജ്ഹിൻ നൽതഖി റബ്ബി ഇദാ അഅറദതു അൻസൽ വഹി തൂല സമാനി. ഏത് മുഖം കൊണ്ടാ ഞാൻ എൻ്റെ റബ്ബിനെ നാളെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുക? അവൻ്റെ വഹീൻ്റെ, അവൻ്റെ നിർദ്ദേശങ്ങളെയും ഉത്ബോധനങ്ങളെയും കാലങ്ങളോളം പിറകോട്ട് വലിച്ചെറിഞ്ഞ ഞാൻ എങ്ങനെയാ എൻ്റെ റബ്ബിനെ നാളെ മഹ്ശറിൽ പോയി കണ്ടുമുട്ടുക? നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ കണ്ണും കാതും കൽബും അതിലേക്ക് കൊടുത്ത് വളരെ കൃത്യമായി തന്നെ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കുവാനുള്ള ഒരു മാനസികമായ അവസ്ഥ പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. അതാണ് മുഅ്മിനീങ്ങൾ അങ്ങനെയാണെന്ന് അള്ളാഹു പറയുന്നത്. അതാണിവിടെ ഇബാദുർ റഹ്മാനിൻ്റെ ഗുണമായി റബ്ബ് പറഞ്ഞത്. അവരുടെ റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ അവർ ഒരിക്കലും അതിനെ ഒന്നും കേൾക്കാത്തവരെ പോലെ, ഒന്നും കാണാത്തവരെ പോലെ അതിനോട് ഇടപെടൂല. മറിച്ച് അവർ ശരിക്കും ആയത്തുകൾ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളായാലും ശരി, വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിലെയും വചനങ്ങളും സൂക്തങ്ങളുമായാലും ശരി, അവർ കേട്ടാൽ അത് ശരിക്കും അവർ കേൾക്കും, ചിന്തിക്കും, ഉൾക്കൊള്ളും, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും. അല്ലാതെ കേട്ടിട്ട് അതിനോടൊരു അവഗണനാ മനോഭാവം മുനാഫിക്കിൻ്റെയും കാഫിറിൻ്റെതുമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിലുള്ള ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം മനസ്സിലാക്കുവാനും അറിഞ്ഞ സത്യമനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിനെയും ഹദീസിനെയും അവഗണിച്ച് തള്ളിക്കളയുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്ന്, ആ ഒരു രൂപത്തിലുള്ള നിർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടെയുള്ള അന്ത്യം വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് സ്വർഗം നൽകുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് നമ്മയും അവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم انصر جيوش المسلمين في كل مكان يا ذا الجلال والإكرام ربنا تقبل منا إنك أنت السميع العليم والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.